ഇന്ന് നമ്മൾ ബുക്ക് ഓഫ് ആൻസേഴ്സിനോട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം അല്പം നേരം ശാന്തമായിരിക്കുക. വീഡിയോ എന്ന് വേണമെങ്കിൽ പോസ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ ഉള്ള ചോദ്യം പ്രപഞ്ചത്തിനോട് ചോദിക്കുക. നമുക്ക് എന്താണ് പ്രപഞ്ചം ആൻസർ തരുന്നതെന്ന് നോക്കാം. ബി മോർ ജനറസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തെങ്കിലും സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ അതുമാതിരി തന്നെ കൊടുക്കാനും തയ്യാറാവണം. അപ്പോൾ കുറച്ച് ജനറസ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് മാത്രമല്ല, സാധാരണ പറയും നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം, ഒരു നിശ്ചിത ഫിക്സഡ് എമൗണ്ട്, നിങ്ങൾ എല്ലാ മാസവും ശമ്പളം കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ, വരുമാനം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നിങ്ങളെ കൊണ്ടാവുന്നത് 1 രൂപയാണെങ്കിൽ 1 രൂപ അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ്. അതുമാതിരി തന്നെ ജനറസ് ആവാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വാക്കുകളെ കൊണ്ട് ജനറസ് ആവാം. ഒരു വിഷമിച്ചിരിക്കുന്ന ആളോട് ഒത്തിരി ഒരു സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ആശ്വാസമാണ്. അവർക്കുണ്ടാകുന്ന ആ സന്തോഷമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ധനം. അതുപോലെ നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് സമയത്തിൻ്റെ കാര്യത്തിൽ ജനറസ് ആവാം. ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ അല്പസമയം അവരുടെ കൂടെ ചെലവഴിക്കാൻ തയ്യാറായാൽ, പ്രത്യേകിച്ച് മക്കളുടെ കൂടെ, സുഹൃത്തുക്കളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ, പ്രായമായ മാതാപിതാക്കളായിരിക്കാം. അപ്പോൾ അവരുടെ കൂടെ അല്പസമയം ചെലവഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പിന്നെ അതുപോലെ അങ്ങനെയാണ്, അല്ലാണ്ട് നമ്മൾ പണം മാത്രമല്ല കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾ ജനറസ് ആയിക്കഴിഞ്ഞാൽ, സ്നേഹത്തിൽ ജനറസ് ആവാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളോടും ജനറസ് ആയിരിക്കുന്നത് മനസ്സിലാക്കാം. നമുക്കൊരു ചോദ്യം കൂടി നോക്കാം. ഗെറ്റ് ഇറ്റ് ഇൻ റൈറ്റിംഗ്. ഇത് പ്രത്യേകിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്കുള്ള ഒരു പ്രത്യേകതയാണ്. ഈ മാനിഫെസ്റ്റേഷൻ, ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ഉള്ളതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം മറ്റുള്ളൊരാൾക്ക് ദോഷമാവരുത്, മറ്റുള്ളൊരാളുടെ സാധനം നമുക്ക് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കരുത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് എത്രത്തോളം ആഴത്തിൽ പതിയുന്നുവോ അത്രത്തോളം നമുക്കത് ലഭിക്കാനുള്ള ചാൻസ് കൂടും. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് നല്ല രീതിയിൽ പതിയാൻ വേണ്ടിയിട്ട് നിങ്ങളതൊരു എഴുതി നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് 21 തവണ, 108 തവണ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് ചില സമയത്ത് ചില പ്രത്യേക ദിവസങ്ങളുണ്ടായിരിക്കും. ഇതുപോലെ ഓസ്പീഷ്യസ് ഡേയ്സ് നമ്മൾ പറയും. കൊല്ലത്തിൽ പല നല്ല ദിവസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ചിങ്ങം 1 എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ അമാവാസി, പൗർണമി, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിനോട്, ശരിക്കും നമ്മുടെ യൂണിവേഴ്സിനോട്, നമ്മുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്ന മാതിരി തുറന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്കൊരു കത്ത് രൂപത്തിൽ എഴുതി അത് പിന്നീട് വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ മണ്ണിനടിയിൽ കുഴിച്ചിടുകയോ ചെയ്യുക. ആ രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. കൊളാബറേഷൻ വിൽ ബി ദ കീ. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക. അതിൽ കൂടെ നിങ്ങൾക്ക് വിജയം ലഭിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കിടുക. അങ്ങനെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുക.